വെൽക്കം ബാക്ക് ഷുഫൂസിൽ. അപ്പോൾ നമുക്ക് കുറച്ച് സൈലബാൻ കേക്ക്സിൻ്റെ വീഡിയോസ് കണ്ടാലോ. എനിക്ക് അത്യാവശ്യം ഓർഡറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മസ്റ്റ് ട്രൈ ഐറ്റമാണ്. സൈലബാൻ്റെ ബാക്കി ഫ്ലേവറും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല, എങ്കിലും ഇതൊരു മസ്റ്റ് ട്രൈ ഐറ്റമാണ്. മേടിച്ചവരൊക്കെ ഭയങ്കര റിവ്യൂ ആയിരുന്നു. നേരെ റെസിപ്പിയിലോട്ട് പോകാം. നമുക്ക് ആവശ്യത്തിനുള്ള പിസ്ത ഒരു 100 ഗ്രാം പിസ്ത കേട്ടോ, തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ഇതിനകത്ത് ആ വൈറ്റ് പോർഷനിൽ കാണുന്ന പഞ്ചസാരയാണ് കേട്ടോ. കുറച്ച് ഭാഗം കട്ടായിപ്പോയി, കുഴപ്പമില്ല, പറഞ്ഞുതരാം. നമ്മുടെ വൈൻ മിൽക്ക് ചോക്ലേറ്റ് ആണ് മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ഒരു ചോക്ലേറ്റും ആ ഒരു പിസ്തയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നന്നായിട്ട് നമ്മൾ ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇങ്ങനെ നല്ല വാട്ടറി ആയിട്ട് ഈ ഒരു വൈറ്റ് ചോക്ലേറ്റ് എങ്ങനെയാണ് മെൽറ്റ് ചെയ്യുന്നതെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്ത് വെച്ചാൽ മതി. ഇതിൻ്റെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് നന്നായിട്ട് മെൽറ്റ് ചെയ്തതും ആ ഒരു പിസ്തായും ഒരു സ്പൂൺ ബട്ടറും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഈ കാണുന്ന പിസ്താഷ്യോ സ്പ്രെഡ് നമുക്ക് റെഡിയായി. ഇതാണ് അതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. നമ്മുടെ കുനാഫയുടെ മുകളിൽ ഒഴിക്കുന്ന മെയിൻ ഹൈലൈറ്റ് ഇതാട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ നോർമൽ ഒരു വാനില കേക്കാണ്, ഒരു 1.5 kg അല്ലെങ്കിൽ 2 kg അടുത്ത് വരുന്ന ഒരു വാനില കേക്കാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ സിറപ്പാട്ടോ, ഈ ഒരു കേക്ക് എടുക്കുന്ന സിറപ്പ് അതുപോലെ ടേസ്റ്റിയാണ്. നമ്മുടെ പാലും കോൺഫ്ലവറും എല്ലാം കൂടെ നന്നായിട്ട് കുറുക്കി മിൽക്ക് മെയ്ഡോട് ചേർത്ത സിറപ്പാണ് നമ്മൾ വെറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കേക്ക് ഇതാണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കായിരുന്നു കേട്ടോ. 2 kg വെയിറ്റ് വരുന്ന കേക്കാണ് ഞാൻ ചെയ്തത്. വാനിലാണ് ഫ്ലേവർ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി കൊടുക്കുന്ന ടബാണിത്. 1000 മില്ലിയുടെ ഒരു ടബാണ്. ഒരു 350 ഗ്രാം നന്നായിട്ട് നമുക്ക് ഇതിനകത്ത് കൊള്ളും. അങ്ങനെ ഓരോ ടിന്നിലും നമ്മൾ ആവശ്യത്തിനുള്ള കേക്ക് ഏകദേശം ഒരു 1/4 പോർഷൻ മിച്ചം കേക്ക് നമ്മൾ ഫില്ല് ചെയ്യുന്നുണ്ട്. എല്ലാം ഓരോ അളവെടുത്തിട്ടാട്ടോ ഒരുപോലെയാണ് ചെയ്യുന്നത്. അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു സിറപ്പ് ഒഴിച്ച് നന്നായിട്ട് വെറ്റ് ചെയ്യണം. കോൺഫ്ലവറും മിൽക്ക് മെയ്ഡും കൂടെ ആഡ് ചെയ്ത് തിളപ്പിച്ചെടുത്ത ആ ഒരു സിറപ്പ് വെച്ചിട്ട് നന്നായിട്ട് വെറ്റ് ചെയ്യണം. അതിനുശേഷം ഞാനിവിടെ കുനാഫയുടെ മിക്സാട്ടോ ഒഴിച്ചിരിക്കുന്നത്. ഇതിൻ്റെ കാര്യങ്ങളും റെസിപ്പിയും ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്, ചെക്ക് ചെയ്ത് വെച്ചാൽ മതി. എന്നിട്ട് നമ്മൾ വെറ്റ് ചെയ്തതിന് ശേഷം ഇതാണ് അതിൻ്റെ ക്രീം ചീസ്. നമ്മൾ ഹോം മെയ്ഡായിട്ട് തന്നെ ക്രീം ചീസ് റെഡിയാക്കിയതാണ്. വിപ്പിംഗ് ക്രീമും ക്രീം ചീസും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള നല്ലൊരു ക്രീമാണ്. ഇത് നമ്മൾ ഒരേ അളവിൽ പൈപ്പിംഗ് ബാഗിലാക്കി ഫില്ല് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുനാഫ, നമ്മൾ റോസ്റ്റ് ചെയ്യാത്ത കുനാഫ എടുത്തിട്ട് നന്നായിട്ട് ബട്ടറിൽ ഇത് റോസ്റ്റ് ചെയ്യണം. റോസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മിക്സിലേക്ക് ആ റോസ്റ്റഡ് കുനാഫ നിറച്ചിട്ട് കൊടുക്കുകയാണ്. ഏകദേശം ഒരു 3/4 പോർഷനോളം നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ആ ഒരു സൈലബാൻ പിസ്താഷ്യോ കുനാഫ കേക്ക് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്രഞ്ചി ആയിട്ട് കിട്ടുന്ന ഈ ഒരു കുനാഫാണ്. ഈ റോസ്റ്റഡ് കുനാഫാണ്, ബട്ടറിൽ റോസ്റ്റ് ചെയ്ത കുനാഫാണ്. ഇതിൻ്റെ മുകളിലേക്ക് ന്യൂട്ടല്ലായും മിൽക്ക് കോമ്പൗണ്ടും കൂടെ മിക്സ് ചെയ്ത് ആ ഒരു സിറപ്പും ഇപ്പം നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന പിസ്താഷ്യോ സ്പ്രെഡും കൂടെ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കണം. അതിലേക്ക് പിസ്ത പൊടിച്ചതും നട്ട്സ് പൊടിച്ചതും കൂടെ ഡെക്കറേഷന് വേണ്ടി ഇട്ടിട്ടുണ്ട്. എന്താണേലും മസ്റ്റ് ബൈ ഐറ്റമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ ബൈ. ഓക്കെ, സീ യു.